ഹായ് ഗായ്സ്, ഇപ്പം നമ്മൾ നിൽക്കുന്ന എഡിൻഫോ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, സ്റ്റഡി അബ്രോഡ്. അപ്പം എൻ്റെ ഒരു കസിന് വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, അഖിലെന്ന് പറഞ്ഞിട്ട്. അപ്പം അവനോട് ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വെൽക്കം ടു അജിത് വ്ലോഗ്സ്. ഇതേ അപ്പം എഡിൻഫോയിൽ എത്തി കേട്ടോ. അതെ, ഇതാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത്. കേട്ടോ, നമ്മൾ അകത്തേക്ക് കയറും കേട്ടോ. നമുക്ക് അഖിലിനെ തിരക്കാം. ഹായ്, അഖിലുണ്ടോ? ഉണ്ടല്ലോ, അവിടെ ക്യാബിനിൽ ഇരിപ്പുണ്ട്. വിളിക്കണം? വേണ്ട, ഞാൻ കണ്ടോളാം. കുഴപ്പമില്ല. അഖിലേ 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 അഖിലേ. ഇരിപ്പുണ്ടായിരുന്നു. എൻ്റെ ഓഫീസ് സെറ്റപ്പ് കാണാൻ വേണ്ടി വന്നതാ. കൊള്ളാം, കുഴപ്പമില്ല. എന്താ ഇങ്ങോട്ട് പോകുന്നത്? പിന്നെ മറ്റേ കസിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, അവൻ വിളിച്ചാരെന്ന് പറഞ്ഞു. വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൂടി അറിയണ്ടേ, അവനെ വിടണ്ടല്ലേ, ഞാനല്ല അവനെ എടുത്തു. അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞാനും വന്നതാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് HR-നോട് നേരിട്ട് സംസാരിക്കാം. ഓക്കെ, നമ്പർ അജിന്റെ പാടം. അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്റെ ഫ്രണ്ടാണ് അജിത്ത്, നല്ലൊരു ബ്ലോഗറാണ്. അതിന് വേറെ പണിയൊന്നും വന്നിട്ടുണ്ട്. അപ്പൊ അത് അന്യം പോണോന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓഫീസ് വഴി. അപ്പൊ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ തിരക്കാണ്. അപ്പൊ അത് ഇന്ന കൺട്രി ഒന്നും പ്രിഫർ ചെയ്തിട്ടില്ല. അപ്പൊ അതിനെ കുറിച്ചൊക്കെ തിരക്കാണ്, ഏത് കൺട്രിയാണ് നല്ലതെന്നൊക്കെ. അപ്പൊ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കും. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകട്ടെ. ഗുഡ് മോർണിംഗ്. ഞാൻ സത്യം പറയാൻ എൻ്റെ അനിയന്റെ കേസിന് വേണ്ടി വന്നു. അഖില് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഒരു തട്ടിപ്പണ വെട്ടിപ്പാന്ന് അറിയാൻ വേണ്ടി തന്നെ വന്നു. നമ്മുടെ സ്വന്തം അനിയന് വേണ്ടിയിട്ടല്ലേ. അവിടെ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അപ്പം ഇവിടെ വന്ന് സ്ഥാപനത്തിന്റെ സെറ്റപ്പ് കഴിഞ്ഞപ്പം കൊള്ളാം, അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ എനിക്ക് ഈ സ്ഥാപനത്തിനെ പറ്റി കൂടുതൽ ഒന്ന് പറഞ്ഞു തരികയും വേണം. ഇത് ഇവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അവനോട് പോയി പറഞ്ഞു കൊടുക്കാം. അപ്പം കൂടുതലായിട്ടൊന്നും ഇവിടുന്ന് അറിയണം എനിക്ക്. ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ എഡിൻഫോയെ പറ്റി പറയാം. എഡിൻഫോ ഇപ്പൊ ഇവിടെ ചേർത്തലയിൽ വന്നിട്ട് 4 വർഷമായി. നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള സ്ഥാപനമാണിത്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് നമ്മളത്. ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ള സ്ഥാപനമാണ്. പിന്നെ നമ്മൾ ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാ, അവനിങ്ങനെ ഓരോ ഏജൻസിനൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ ഭയങ്കര പേടിയുള്ള പരിപാടിയാണ്, പാർട്ടിയാണ് പുള്ളി. അപ്പോൾ അവന് ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയാനുള്ള പൈസ വന്നു കഴിയുമ്പോ പറ്റിക്കപ്പെടുമെന്നുള്ള പേടി കൊണ്ടാണോ ചോദിക്കുന്നത്? അതുകൊണ്ട് തന്നെ അവൻ എന്നോട് അവൻ ഇന്നലെ വിളിച്ചപ്പോൾ ഇങ്ങനെ എന്നോട് അങ്ങനെ പറഞ്ഞത്, ഈ ഫിനാൻഷ്യൽ കാര്യം നമ്മൾ അവിടെ കറക്റ്റ് ചോദിക്കണം. ഞാൻ കുറെ പറ്റിക്കപ്പെട്ടതാണ് അവൻ. അതുകൊണ്ടാണ് അവൻ കറക്റ്റ് എന്നോട് അത് മാത്രം സത്യം പറഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത്. ഫിനാൻഷ്യൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ അറിയണം. നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മ്യൂച്വൽ എഗ്രിമെന്റ് വെക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിക്കണേന് നമ്മളൊരു മുദ്രപത്രത്തിൽ സ്റ്റാമ്പ് ചെയ്ത് അത് നമ്മൾ എഗ്രിമെന്റ് ആയിട്ട് നിങ്ങൾക്ക് തരും കയ്യിൽ. അതിന്റെ കോപ്പി നമ്മൾ സൂക്ഷിക്കും, നിങ്ങളുടെ കയ്യിലും ഉണ്ടാവും. ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, ഇപ്പൊ 100% നമ്മൾ അഡ്മിഷന് ഗ്യാരണ്ടി തരുന്നുണ്ട് ഇവിടുന്ന്. അപ്പൊ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, വിസ വന്നതിന് ശേഷം ഇപ്പൊ ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ, അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റീഫണ്ട് ചെയ്ത് പൈസ തരുന്നതായിരിക്കും നിങ്ങൾക്ക്. നമ്മൾ USA, ഓസ്ട്രേലിയ, UK, കാനഡ അങ്ങനെ 25ഓളം രാജ്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ കൺട്രീസ് നമ്മൾ ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് PG ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പൊ ടെക്നിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡിപ്ലോമ കോഴ്സസ് 1 ഇയർ എടുത്തിട്ട് നമുക്ക് പിന്നെ അവിടെ ജോബിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നീട് ഒരു 600+ കോഴ്സുകൾ നമുക്ക് വരണുണ്ട്, ചെയ്യാവുന്നതാണ്. അപ്പൊ ഇൻ കേസ് ഇപ്പൊ എല്ലാ കുട്ടികൾക്കും ഒരേ കാലിബർ ആവത്തില്ല ഇപ്പൊ വരണത്, നമുക്ക് എല്ലാവർക്കും വരണം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് തന്നെ ജോബിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചില കുട്ടികൾക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ജോബ് കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളത്, ഞാൻ കയറി വരുമ്പോൾ കുറച്ച് പിള്ളേർ അപ്പുറത്ത് ഹോളിൽ ഇരിക്കുന്നുണ്ട്. അതെന്താ? നമുക്ക് ഇവിടെ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, എബ്രോഡ് സ്റ്റഡിയുടെ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. വെക്കേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ അതുണ്ട്. പിന്നെ നമുക്ക് മെന്റലിസത്തിന്റെ ക്ലാസ് ഉണ്ട്, ഹിപ്നോട്ടിസം ഉണ്ട്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് പിള്ളേർ അവിടെ പോയി കഴിയുമ്പോ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം അതിന്റെ ക്ലാസ് നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇത്രയൊന്നും അഖില എന്നോട് പറഞ്ഞില്ല കേട്ടോ. ജസ്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, നീ അവിടെ ഒന്ന് തിരക്കി നോക്ക് എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇത് ഈ സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നിട്ട് അവനെ വിളിക്കുന്നുണ്ട്. അപ്പൊ ആള് ബിസി ആയിരിക്കും. വേണ്ട, ഇവിടുന്ന് തന്നെ വിളിച്ചേക്കാം. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ വിളിച്ചിട്ടേ പോകത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി കസിനുമായിട്ട് ഒരു ദിവസം വന്നാലും മതി. ഇപ്പൊ കൂടുതലായിട്ട് അവനായിട്ട് അഖില് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പൊ എനിക്കറിയാൻ വേണ്ടിട്ട് കൂടെയാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പൊ എന്തായാലും ഞാനും കൂടെ അവനോട് ഉറപ്പ് പറയുമ്പോൾ അവൻ എന്തായാലും വരും. അപ്പം എല്ലാ സപ്പോർട്ടും പുള്ളിക്കാരനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം താങ്ക്സ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ ഇറങ്ങിക്കോട്ടെ. അപ്പൊ വരാം, ഒന്നുകൂടെ വരാം കേട്ടോ. ബൈ. അത് പൊന്നു കൈസ്, ഞാൻ വിചാരിച്ചൊരു ടൈപ്പൊക്കെ ആണെന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എന്തായാലും ഇനി ഒരു പ്രാവശ്യം കൂടെ വരുന്നുണ്ട്. അപ്പം ഈ ചെറിയൊരു എഡിൻഫോടെ സ്റ്റഡി അബ്രോഡ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലേക്ക് ഒന്നും പറഞ്ഞോളാം, എന്നെ വിളിച്ച് കേട്ടോ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.